പറയൂ. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും ഒക്കെ ചെയ്യാൻ വന്നിട്ടുള്ളത് ഒരു റിവീൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ഞങ്ങളുടെ ലൈഫിലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ആ കാര്യം എന്തും ഞാനൊരു പ്ലേസിൽ ഇപ്പോൾ പോകുന്നുണ്ട്. ആടെ എത്തിയിട്ടാകുമ്പോക്ക് അക്ക് ചെയ്യാനും പറയുന്നതായിരിക്കും. വീഡിയോ എടുത്തിട്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെല്ലാനുള്ളത്? ആ കാര്യം എന്തും ചെല്ലണ്ട, ബട്ട് അതിൻ്റെ ഒരു ഫീലിങ്സ് ചെല്ലുമേ. ഫീലിങ്സ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് മീഡിയം ഉള്ളപ്പോൾ ഇംഗ്ലീഷിൽ അതൊന്നും പറയുന്നില്ല. അപ്പൊ അതാണ് കാര്യം. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോകുന്നുണ്ട്, പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഈ വീഡിയോന്റെ ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ വീഡിയോന്റെ ഫസ്റ്റ് സ്റ്റാർട്ട് കഴിഞ്ഞിട്ടായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ വീഡിയോ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അങ്ങനെയല്ലേ? ഈ വീഡിയോന്റെ ഒന്നിച്ച് തന്നെ ആ വീഡിയോ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ്. അങ്ങനെ അത് പറയാനില്ല, അത് പറയണം. അത് പറയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നിന്റെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബർ ഇത്ര കുറഞ്ഞത്. എല്ലാം നിങ്ങൾക്ക് കുറെ കൂടട്ടിയായിരുന്നു. അപ്പൊ എല്ലാവരും ഇല്ല വാച്ച് ആക്കിയിട്ട് സബ്സ്ക്രൈബ് ആക്കി. ഉറക്ക് വരുന്നെങ്കിൽ ഇടാക്കുച്ച എന്ത് കംഫർട്ട് അല്ലിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് അതിലെന്നെ ഇറങ്ങി പൈക്കുന്നു. ഞാൻ എന്താ തോന്നില്ല. കേക്കുന്നാ നിങ്ങക്ക്? അങ്ങനെ ഞാൻ ചെറിയ പ്ലേസിലേക്ക് ഇപ്പം റീച്ചായി ഞങ്ങൾ. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ത് കാര്യം റിവീലാക്കാൻ വേണ്ടിയിട്ട് വന്നത്. അതുതന്നെ ഞാൻ പ്രഗ്നൻറ്റ്. ആൻഡ് ഇപ്പം എനിക്ക് 8 മന്ത് ഫുള്ളായിട്ട് 9 സ്റ്റാർട്ടായി. ഇത്ര ഡിലേ ആയത് പ്രഗ്നൻസി റിവീലാക്കാൻ വേണ്ടിയിട്ട് അക്കുച്ച ഉണ്ടായിട്ടാണ്. അക്കുച്ച ഓരോരോ കാര്യമായിട്ട് തിരക്കായി, അതിനുണ്ട് ഇത്ര ഡിലേ ആയത്. ഡ്രസ്സെല്ലാം കാണാലോ, വ്ളോഗിലേക്ക് എടുക്കുന്നല്ലോ. എന്നോട് എടുക്കാൻ പറഞ്ഞത് നല്ലായിട്ടേ. ഷോയിപ്പിനെ വിളിച്ചോണ്ടെന്ന് ഞങ്ങളെ വീഡിയോ എടുക്കാൻ. ഓനെ കൊണ്ടാക്കിച്ച വീഡിയോ അല്ലാത്ത വേറെ എക്സ്ട്രാ പണിയെല്ലാം എടുപ്പിക്കും. ഓനെ നീയല്ല ഇച്ച പാപ്പ നേരെ വരുന്നു. ആയി വാ, ഞങ്ങക്ക് പൈക്കുന്നു വന്ന. ഞാൻ എന്ത് തിന്നിട്ട ഇവിടെ കൊറേ ചെടിയല്ല നട്ട്. അക്കുച്ചാൻ്റെ പ്ലാസ്റ്റിക് ബോട്ടൽ. ഇത് നല്ല ഇത് ബിയറിന്റെ ബോട്ടൽ ഒരു വേസ്റ്റ് ആക്കലില്ല. അതെല്ലാം കറിയാക്കിച്ച നീ എന്ന് വെച്ച് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇടുക്ക് വന്നത്. അപ്പോൾ ഇടുക്ക് വന്നിട്ടൊന്ന് തിന്നാത്ത വീഡിയോ എടുത്താൽ വായിക്കോ എന്താക്കുച്ച മെനു നോക്കിയിട്ട് ഇടന്ത് വില നോക്കിക്കൊണ്ടുണ്ട്. ഓർഡർ ആക്കിച്ച ഞങ്ങൾക്ക് വേണ്ടത് ഇടില്ല. അതെന്താ നിന്നെ പോലത്തിട്ട് എന്നെ കുറച്ചതാണ്. എൻ്റെ ഷേപ്പിൻ്റെ ഇത് ഇങ്ങനെ തന്നെ ഞാനാ. പിന്നെ ഞങ്ങളുടെ ചായ ആൻഡ് ഫ്രഞ്ച് ഫ്രൈ വന്ന് ഭയങ്കര കോസ്റ്റ്ലി ആയ ടീ കുടിച്ചൊക്കെ കഴിക്കുന്നുണ്ടാവും. ഷൈബക്ക് എന്ത് തിന്നാൻ കൊടുക്കുന്നില്ല. ഇത് ഞാൻ ഇങ്ങനെ ഇരുന്ന ഇത്ര കണ്ടാൽ മതി. ആ ഇങ്ങനെ തിന്നാ
പൈപ്പൊന്ന് പോരാ പൈപ്പ് പോയാൽ എന്തത് കയ്യില് ഇപ്പൊ ആരോ കുടിച്ചിട്ടെറിഞ്ഞ കുപ്പിനല്ല പറക്കിക്കൊണ്ട് ആക്കുച്ച ഇത് ഫുൾ ഇംഗ്ലീഷ്കാരെല്ലാം ഉണ്ട്. എടാ നെക്സ്റ്റ് ടൈം വേറെ ഡ്രസ്സ് അടുത്തുള്ള ബീച്ചിൽ പോവാം. വരില്ല ഷെയ്വന് ക്യാമറ സ്വിമ്മിംഗ് പൂളിൽ ഇതാക്കുമ്പോൾ ക്യാമറ സ്വിമ്മിംഗ് പൂളിൽ ഞാൻ ആരെ കേട്ടത് ഫോഗ് കത്തിക്കുന്നത് വേറെ ഡ്രസ്സിൽ. അപ്പൊ ഈ ഫോഗ് ഇപ്പൊ ഞാൻ ആരെ കേട്ടത് ചെയ്ത് ഫോഗിന്റെ നെക്സ്റ്റ് എടുക്കും. ആര് വിളിക്കുന്നത് വെള്ളമൊക്കെ അധികം പോകുന്നുണ്ട്. എനിക്ക് ഞാൻ മതിയാന്നില്ലേ എന്നെന്ത് ക്ലിപ്പിങ്സ് വായിക്കും. എന്ത് ഇതാണ് അക്കുച്ച എന്ത് പഠിച്ച ഈത്തപ്പായ ബടികൊണ്ട് ഈത്തപ്പഴത്തിന് ബിറ്റായിരുന്നുണ്ടോ? ഈത്തപ്പഴത്ത് അല്ല ഞാൻ നിനക്ക് കേട്ടത് സത്യം നിനക്ക് കേട്ടത് തോപ്പിക്കാണ്. പക്ഷേ നമുക്ക് ഈത്തപ്പായത്തിൽ തണ്ണി ഒഴിച്ചിട്ടാണ് സ്പ്രിങ്ക്ലർ എല്ലാം നോക്കിക്കൊണ്ടുണ്ട്. നീ ഇതെല്ലാം നോക്കിയിട്ട് പഠിച്ചിട്ട് നാളെ ഈത്തപ്പായ ഇങ്ങനെ മുണ്ട് മതി വീടെടുക്കുന്നത് ഇങ്ങനെ എങ്ങനെ എങ്ങനെ അതന്നെ എടുക്കാനോ അതല്ല മറ്റേ റീൽസ് ആക്കാൻ കണക്കല്ലേ റീൽസ് വീഡിയോ ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റാ ലാൻഡ്സ്കേപ്പ് തിരിക്കുന്നത് ക്യാമറയിൽ എടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ ഫോൺ ഇങ്ങനെ പിടിച്ചത് എടുത്തത്. ഞാൻ പറഞ്ഞിട്ട് അവിടെ തിരിച്ച് എന്നിട്ട് അതിന് എഡിറ്റാക്കാൻ നാളെ എടുത്തിന് തലയില്ലാതെ അതിനെന്താ പറയുക ഫസ്റ്റ് അല്ലേ പറഞ്ഞാൽ മതി. ഞമ്മ ബീച്ച് കത്തിക്കണ്ട അത് മോനിച്ചില്ല പ്ലേസ് പോവാം. ബാക്കി ഞമ്മ കൊണ്ട് വരില്ല. എനിക്ക് സിറ്റി സെന്ററിൽ പീസ ഇല്ല തിന്നാൻ. ഞാൻ എന്നോട് ചൊല്ലിന് എൻ്റെ ഒക്കെ വരുമ്പോ ആർക്ക് വേറെ പോവാൻ തയ്യല്ല ചെല്ലിനായില്ലേ. ഇതായി ഞാൻ സഭയ്ക്ക് എന്നെ കൊണ്ട് പോണം. നീ വന്നത് 4 മണിക്ക് 3 മണിക്ക് എന്നെന്ത് കാത്തിട്ടാ ഞാൻ 3 മണിക്കൂർ മുന്നേ ഡ്രസ് ആക്കിട്ടുണ്ട്. ഞാൻ 3 മണിക്കൂർ മുന്നേ ഈ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടിട്ട് റെഡിയായി അച്ഛനെ വെയിറ്റാക്കി നമ്മ ഇവിടെ നിൽക്കാം. ഞങ്ങൾക്ക് ഈ പ്രഗ്നൻസി മസാജ് ആക്കി തരാം. ഇത് പൊയ്യ പോകാൻ കാലാണ് ഇവിടെ തൂക്കിട്ട് പോയി എൻ്റെ പേരുമ്പോ എൻ്റെ പുതിയ കുഞ്ഞിനല്ലോ കൊണ്ടുവന്നു കീന്നങ്ങനെ നീ കയറുന്ന അയ്യോളെ കാണിച്ച ഗോവ ഗോവക്ക് വന്നതല്ലേ.
മറ്റൊരു ഇല്ലല്ലേ ഞാൻ കേറും നേരെ ഇവിടെ കുറേ തുണ്ടലുണ്ട് അതിൽ കാല് വെച്ച് ഞാൻ കേറിപ്പോ bye അങ്ങനെ ഫൈനലി അക്കുച്ച ഒരു ഉപ്പയാകാൻ പോകുന്നു. സൂൺ ടു ബി എ പേരൻസ് വിതിൻ ഫ്യൂ ഡേയ്സ്, അതായത് കുറച്ച് ഡേയ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഡെലിവറി ആകുന്നതായിരിക്കും ഇൻഷാല്ലാഹ്. ഇപ്പം 8 month കംപ്ലീറ്റ് ആയിട്ട് 9 സ്റ്റാർട്ടായി. ഓക്കെ, ഇത്ര ഡിലേ ആയതെന്ന് നിലഞ്ഞ് അക്കുച്ചൻ്റെ റീസൺ അങ്ങനെ അക്കുച്ച വന്നിട്ടായിട്ട് എന്നെ റിവീൽ ആക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്ര മന്ത്സ് ഡിലേ ആയത്. എൻ്റെ ഇനിയിപ്പോൾ എൻ്റെ ഒരു സ്കാനിങ് ബാക്കിയുണ്ട്, അതിലറിയണം ഡേറ്റ് കുറച്ച് അപ്പുറം എന്തെന്ന് അപ്പത്. അങ്ങനെ സൂൺ ടു ബി എ പേരൻസ്. എല്ലാവരും സുഖപ്രസവത്തിനായി പ്രാർത്ഥിക്കുക. അല്ല, ഞാൻ നേരെ ചൊല്ലിയത് ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ, അതായത് നാളെ നോമ്പ്. അപ്പോൾ ഇത് നോമ്പ് ടൈമിലായിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും കാണുന്നത് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ദ്വാല എന്നെയും ഇൻക്ലൂഡ് ആക്കണം. യൂട്യൂബിലെ ആൾക്കാർ നോക്കുന്നുണ്ട്, നീ നിർത്താമ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഫൈനലി എൻ്റെ പ്രഗ്നൻസി റിവീലാക്കി. ചിലപ്പോൾ ഈ തമ്മയിൽ കാണുമ്പോൾ അറിയല്ലേ ഞാൻ പ്രഗ്നൻറ്റ് ഇത് റിവീലാക്കുന്നതെന്ന്. അതെന്തായാലും നിങ്ങൾക്ക് അറിയാം തമ്മയിൽ കാണുന്നതന്നെ. അപ്പോൾ അത്ര തന്നെ ഇന്നത്തെ വീഡിയോ. ഇനി ഞങ്ങൾക്ക് കിടക്കുന്ന ഞങ്ങൾ നേരെ പൊരുക്ക് പോകും. എന്തായാലും അക്കുച്ചക്ക് എന്തോ സാധനമായിരുന്നു മേങ്ങാനില്ല. അപ്പോൾ മാംഗ്ലൂർ പോയിട്ട് അന്ന് നേരെ പൊരുക്ക് പോകുന്നത്. അപ്പോൾ അത് ഞാൻ എനിക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ബൈ. ഇത് യൂസ് ആക്കണം അങ്ങനെ കെയർഫുള്ളി. നീ ഫസ്റ്റ് മൊബൈലിൽ കറക്റ്റ് ഒരു ആഴ്ചയിൽ ഒരു മന്തിൽ 3 വ്ളോഗ് ഇട്ടിട്ട് പഠിക്കുക. എന്നിട്ട് ഒരു ഗിംബിളാ ട്രൈപ്പോഡാ എന്തെങ്കിലും പറ. ഇത് ഒരു വീഡിയോ ഇടലില്ല. ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ നെക്സ്റ്റ് വീഡിയോ ഇട്ട് 4 മാസം കഴിഞ്ഞിട്ട് ഒരു ഗിംബിൾ വേണം. ഇത് പിടിക്കാൻ അറിയോ? അത് തിരിയുന്നല്ലത്, തിരിക്കുന്നത് തിരിന്താ. ഇതെന്തറിയോ? നിന്റെ ഇങ്ങനത്തെ ലൈറ്റുള്ള ഗിംബിൾ ഉണ്ടോ? ലൈറ്റ് ഇല്ല, ഇങ്ങനത്തെ സെയിം സാധനം ഉണ്ട്. ലൈറ്റ് ഇല്ല, കുറച്ച് ഇതെന്തറിയോ ലൈറ്റും ഉണ്ട്. നിന്റെ നല്ല ഇല്ലാത്ത സാധനമുള്ള നിന്റെ സാധനം നല്ല 10 രൂപ. ഞാൻ എടുത്ത് എത്ര 150. അങ്ങനെ ഉണ്ട് ഇതാ 250. ഇത് നോക്കി ഇത് എങ്ങനെ വേണം തിരിക്കുന്നത്. ഇന്ന് ഷുഹൈബ് ഇന്ന് താങ്ക് യു സോ മച്ച് ഷുഹൈബ്. ഇന്ന് നീ വന്നത് ഭയങ്കര ഓള് എത്ര മാസമായി? 6 മാസമായി റിവ്യൂ. 8 മാസമായി 7 മാസമായി ഷുഹൈബ് പറയുന്നത്. എന്ത് റിവ്യൂ വീഡിയോ ഇന്ന് എടുത്തിട്ടാകുമ്പോഴാണ് കുറച്ച് സമാധാനം. ഇത് സന്തോഷമായില്ലേ? starting with a discount. Selected
അക്കുച്ച ഫൈനലി ഒരു ടൈറ്റാൻ്റെ വാച്ച് മേങ്ങി തന്നു അല്ലേ അക്കുച്ച അല്ലേ? സംഭവം അക്കുച്ച മേങ്ങിയതല്ല, ഷാദു നാട്ടിലില്ല. അപ്പോൾ ഷാദു അക്കുച്ചാട് എടുക്കാൻ ചെല്ലിയത്, ഷാദുൻ്റെ ആർക്കോ ഗിഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് സംഭവം. അങ്ങനെ ഞങ്ങ ചിക്കൻ എല്ലായിടത്തിന് പരിക്ക് പോന്ന യാക്കുച്ച തിന്നാനും വിടുന്നില്ല. ഷെയ്ബിക്ക് പയിച്ചിട്ട് കഴിഞ്ഞില്ല. ചോറെന്ത് കൊടുക്കാതെ അക്കുച്ച ഷെയ്ബിനെ വിളിച്ചണെന്ന്. അക്കുച്ച പോന്നാ നിന്നിട്ട് വേണം കറക്ക. നീ ബ്ലോഗെല്ലാം ആക്കിട്ട് പോയി 2 ബ്ലോഗിനുള്ളത് കണ്ടന്റ് കിട്ടുവിടുന്നു. ഇറങ്ങിക്കോ, നീ ഇറങ്ങിക്കോ. ഇവിടെ എന്തെല്ലാം പാനിപ്പൂരി എല്ലാം ഇരിക്കോ അക്കുച്ച ബൈക്ക്. ഓ എന്ത് കളർ ലൈറ്റ് അല്ലോ. ഊരെന്ത് റോഡില് കളിക്കുന്ന അത് പോലീസല്ല, അത് വാച്ച്മാൻ. എനിക്കെന്ത് പോലീസ് എന്ത് വാച്ച്മാൻ എന്താ അറിയാ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്, സോറി. അത് വാച്ച്മാൻ ഉണ്ട് കറക്റ്റ്. ഞാൻ നോക്കിട്ടാക്കുച്ച അയാൾ ഓറഞ്ച് കളറുണ്ടോ ഓറഞ്ച് വാച്ച്മാൻ സെക്യൂരിറ്റി റോഡ് ക്രോസ് ആപ്പിക്കുന്നു. അങ്ങനെ എൻ്റെ പ്രഗ്നൻസി റിവീൽ വീഡിയോ ഫൈനലി എടുത്തു ഞാൻ. ആൻഡ് പിന്നെ അക്കുച്ചാക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിന്, അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ നേരെ പരിക്ക് പോകുന്നുള്ളത്. ആൻഡ് ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.